ഹായ് എവരിവൺ, ഗുഡ് ഈവനിങ്. പിന്നെ മീസ്റ്റ് ബർത്ത് മാറ്റിച്ചിട്ട് മാറിയില്ലേ പോയി. അപ്പോൾ ഇന്ന് വീണ്ടും കുക്കിംഗ് തന്നെയാണ്, വേറെ വഴിയില്ല. ഞാൻ എൻ്റെ ചെയ്യണ കാര്യങ്ങളിലെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിന്ന് പ്ലാൻ ഇട്ടിട്ട് ഞാനിങ്ങനെ വിചാരിച്ചു ഇന്നൊരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. ഇത് പ്രത്യേകിച്ച് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് വാങ്ങി ഉണ്ടാക്കി അങ്ങനെയൊന്നല്ല. നമ്മൾ കയ്യിലെന്താണുള്ളത് അത് വെച്ച് നോക്കിയപ്പോൾ ക്യാരറ്റ് ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ അയ്യോ ഇത് ഉപയോഗിക്കാണ്ട് ഇത് വാടാറായി തുടങ്ങി. അയ്യോ വേഗം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ വീട്ടിലുണ്ടാക്കണം എന്ന് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കണം. അല്ലാണ്ട് കുക്കിങ്ങിന് വേണ്ടി സ്പെഷ്യൽ ഒന്നും വാങ്ങിച്ച് കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യണമല്ല. സോ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ക്യാരറ്റ് ഹൽവ. സോ നിങ്ങൾ മറ്റേ പരസ്യം കേട്ടില്ലേ, എന്താ പറയുക, അയ്യോ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിതാ വരുന്നു, പെട്ടെന്ന് എന്താ ഉണ്ടാക്കുക, ക്യാരറ്റ് ഹൽവ നന്നായി ഹോക്കിൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ ഓർമ്മല്ല. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനാക്കി കഴുകിച്ചു. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് ഹൽവ ഞാൻ കുക്കറിലല്ലാണ്ട് ഉണ്ടാക്കി നോക്കട്ടെ. ബിക്കോസ് എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ നന്നായി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കുക്കറിൽ തന്നെ ഇപ്പം അല്ലാതെ വേണം. ഞാൻ ചില സാധനങ്ങളൊക്കെ ഇതുപോലെ തന്നെ കറികൾ, ഇന്നൊരു കുമ്പളങ്ങ കറി ഉണ്ടായി. അപ്പം ഞാനിത് കുക്കറിൽ അടിച്ചാൽ അത് വെള്ളം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞി കുക്കർ വാങ്ങിയാലോ എന്ന് വെച്ചാൽ, അതായത് നമ്മളൊരു അരിയൊക്കെ വലിയ കുക്കറിൽ 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കണം. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഒരു കുഞ്ഞി കുക്കർ വാങ്ങിയാലോ. അപ്പം അതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ ചില സാധനങ്ങൾക്ക് എന്തായാലും കുക്കറിൽ അടിച്ചാൽ അത് വെച്ച് ഞാൻ ഇപ്പോൾ എല്ലാ സാധനങ്ങളും കൂടുതൽ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ എന്താ പറയുക കട്ടി ഇങ്ങനെ കളയാണ് ചെയ്യാറ് ഇപ്പം എല്ലാതും. അപ്പം ഞാനിപ്പോൾ ക്യാരറ്റ് അങ്ങനെ ഉണ്ടാക്കണില്ല, കുക്കറിലൊന്നിട്ട് അടിച്ച് വെച്ചില്ലാണ്ട്. ഇത് ഒന്നാമത് ഇതൊക്കെ ചെയ്താൽ കഴുകാൻ മടി. ഡിഷ് വാഷർ ഉള്ളവർക്ക് വേണമെങ്കിൽ കുക്കറിലൊക്കെ ഇട്ട് അടിച്ച് ഒന്നും കൂടെ, കുക്കർ കഴുകാറൊന്നും അറിയില്ല ഡിഷ് വാഷറിൽ എനിക്ക്. അപ്പോൾ നമ്മൾ തൽക്കാലം എന്താ പറയുക, എൻ്റെ വാടി തുടങ്ങിയ 2 ക്യാരറ്റും പിന്നെ എക്സ്ട്രാ നല്ല ക്യാരറ്റും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എക്സ്ട്രാ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ ക്യാരറ്റ് കൊണ്ട്. അപ്പം ഞാനിത് ഹൽവയുടെ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടി 1-2 ക്യാരറ്റും കൂടെ എക്സ്ട്രാ എടുത്തിട്ട്, എത്ര ഉണ്ട്, 12, 3, 4, 5 ഇത്രയും ക്യാരറ്റൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിലിപ്പോൾ. ഞാൻ അത് വെച്ചിട്ടൊരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുനൂന എരിഞ്ഞെടുത്ത്, അത് അങ്ങനെ അരിഞ്ഞെടുക്കലാണ് എൻ്റെ ഏറ്റവും വലിയ പണിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ ഒട്ടുമിക്ക കറികളിലൊക്കെ നല്ല സ്വീറ്റ് ഐറ്റംസിലൊക്കെ നമ്മൾ നെയ്യ്, പഞ്ചസാര ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെ. പിന്നെ എൻ്റെ കുക്കിങ്ങിൻ്റെയാണ് മെയിനായിട്ടുള്ളത്. കുക്കിങ് എത്ര ടൈം എടുക്കണോ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാരറ്റുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, ഇതിനൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. എന്താ പറയുക, ചീകി എടുക്കണം, കുഞ്ഞതായിട്ട് ഇങ്ങനെ അരിയുന്നത്, അങ്ങനെ അതുപോലെ ചെയ്തെടുക്കണം. അതിനുള്ള സാധനങ്ങളൊക്കെ ഞാനിട്ട് പ്രിപ്പയർ ചെയ്ത് വരും. സാധനം കെട്ടി ഇതാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങളുടെ കയ്യിൽ നല്ല സാധനം ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ ഇതെനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഞാനിത് നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ഇതാക്കാൻ ശ്രമിക്കുക. ഇത് നല്ലൊരു പണിയുള്ള പണിയാട്ടോ. അതായത് ഞാനിപ്പോൾ സാധാരണ എന്തെങ്കിലും ക്യാരറ്റ് കറിയും കാര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് അരിയും. എനിക്കിപ്പോൾ വലിയ കഷ്ണങ്ങൾ അരിഞ്ഞ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. നമ്മൾ സാധാരണ കറികളൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പാത്രത്തിൽ വയ്ക്കുമ്പോൾ ഇതുപോലെ അരിഞ്ഞ് ഇതാക്കി കഴിഞ്ഞാൽ കൂടുതൽ വെവ്വാൻ ചാൻസ് ഇല്ല. അല്ലാത്ത പക്ഷം നമ്മൾ പീസസ് ആയിട്ട് അരിയുമ്പോൾ ഒന്ന് കുക്കറിലിട്ടിട്ട്, എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഒരു കുക്കറിലിട്ട് ഒരു വിസിലടിച്ച് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് വെവ് ആവാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെ ചെയ്യാറുണ്ട് കുക്കറിൽ, ചെറിയ കുക്കറിലിട്ടിട്ട്. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഇതുപോലെ അരിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ സാധാരണ ക്യാരറ്റ് ഹൽവയൊക്കെ കഴിക്കാറുണ്ടല്ലോ, എല്ലാതും ഷേപ്പൊന്നും ഉണ്ടാവാറില്ല എന്നുകൊണ്ട് എല്ലാതും ഇങ്ങനെ ചെറിയതായിട്ട് തന്നെയാണ് ഇരിക്കാറ്, ഇങ്ങനെ കുറുകിയ പോലെ ഇരിക്കാറ്. വലിയ ഷേപ്പൊന്നും കാണാറില്ല നമ്മൾ സാധനം. അപ്പം എനിക്ക് തോന്നുന്നു ഇതുപോലെ കുറുങ്ങനെ ചീകിയിട്ട് ഇടുന്നോണ്ടായിരിക്കും അതപ്പം അങ്ങനെ ഷേപ്പിൽ നിൽക്കണത്.
അപ്പോൾ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം എല്ലാവരും മുസ്ലിംസൊക്കെ ഇപ്പം നോമ്പായിരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെയൊക്കെ ബാങ്ക് വിളി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ ബാങ്ക് വിളി കേട്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഇതിൽ ഓവറായിട്ട് പണിയിലും പെട്ടുപോയി. അപ്പം ഞാൻ പിന്നെ അതിന് ശേഷം വീഡിയോ കണ്ടപ്പോൾ അയ്യോ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കണ്ടല്ലോ നിങ്ങൾ വെച്ചാൽ നമുക്ക് ചെയ്യാം. ഞാൻ ശക്തിമാനായി മാറിക്കുന്നു. ഇപ്പം എല്ലാവരുടെയും വേനലായി തുടങ്ങിയപ്പോൾ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ട് വരുന്നതാണ് ഞാൻ കേട്ടത്. ഇപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ക്ലോറിൻ ടേസ്റ്റ് ഒക്കെ വന്നു തുടങ്ങി. എനിക്കറിയില്ല അവരവിടെ നിന്ന് ഇപ്പോൾ വെള്ളം എടുക്കണം. അപ്പോൾ എനിക്കത് ക്ലോറിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ തീരെ ഇഷ്ടമില്ലാത്തൊരു ടേസ്റ്റാണ്. എനിക്കറിയില്ല, നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റ് മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റാവുമെന്ന് വിചാരിക്കണം വെള്ളം. പിന്നെ ഞാൻ ഇപ്പോൾ ചില സാധനങ്ങളിൽ ഞാനിപ്പോൾ സ്മൂത്തീസിൻ്റെ ഒക്കെ വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഫ്രോസൺ ഫ്രൂട്ട് വെച്ചിട്ട് സ്മൂത്തി ചെയ്യണമൊക്കെ ഞാൻ അറിയില്ല. ഞാൻ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ ഞാനത് ചെയ്യാൻ നോക്കുന്നതായിരിക്കും സ്മൂത്തി. കാരണം നമ്മൾ രാവിലെ എനിക്ക് വരുമ്പോൾ എന്തുണ്ടാക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനാണ് എപ്പോഴും. ഇവിടെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കണക്കാം. എനിക്കൊന്നും അത് എണിക്കാൻ മടിയാവും. പിന്നെ ഹസ്ബൻഡ് പുള്ളി എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടാക്കിയിട്ട് കഴിക്കണം. അപ്പം ഞാനതിനൊരു ഓർഡറാക്കി കൊണ്ടുവരാൻ എന്തെങ്കിലും സ്മൂത്തീസ് അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ബിക്കോസ് രാവിലെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഓട്സ് വാങ്ങി വയ്ക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ പാല് അതുണ്ടെങ്കിൽ തന്നെ സ്മൂത്തിക്കുള്ള അത്യാവശ്യം ബനാന ഏത് സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു സ്മൂത്ത് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ആവും നമുക്ക്. എൻ്റെ വാടി തുടങ്ങിയ ക്യാരറ്റിനെ ചതിക്കുകയാണ് ഗൈസ്. എനിക്ക് അത് ഭയങ്കര ഇതായിട്ട് അരിയാൻ പറ്റണില്ല. പിന്നെ നാട്ടിലൊക്കെ എന്താണ് വിശേഷം, എല്ലാവരുടെ വിശേഷങ്ങൾ എന്താണൊക്കെ എന്തെങ്കിലുമൊക്കെ എനിക്കൊരു ഞാൻ സ്റ്റാറ്റസ് ഒന്നും ഇട്ടില്ല വീഡിയോസ്. അതുകൊണ്ടാണ് തോന്നുന്നത് അധികം റെസ്പോൺസ് ഒന്നും കിട്ടാൻ. ഞാൻ പിന്നെ സ്റ്റാറ്റസായിട്ട് ഷെയർ ചെയ്യാൻ മടിയായിട്ടും പിന്നെ ഞാനിപ്പോഴും ഇവിടെ ബിസി ആയിപ്പോയി. ഫ്ലാറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യലും കാര്യങ്ങളും അത് ഇത്തിരി പണിയുള്ള പണിയാണ്. ഫ്ലാറ്റിൽ പോകും നമ്മൾ, അവിടെ റൂമൊക്കെ വിസിറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കും. ഇൻറ്റീരിയർ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, വാട്ടർ ക്വാളിറ്റി ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല പണിയുള്ള പണിയാണ് ഒരു ഫ്ലാറ്റ് നോക്കണം. പിന്നെ നമ്മൾ അത്യാവശ്യം എന്താ പറയുക ദൂരം ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. പിന്നെ നമ്മുടെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിടാൻ പറ്റണോ, നമ്മുടെ ലിഫ്റ്റ് ആക്സസ് നല്ലതാണോ, പവർ ബാക്കപ്പ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊരു വീട് സ്റ്റേ നമ്മൾ നോക്കുമ്പോൾ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ ഇത് അധികം ഇതാക്കില്ല നമുക്ക്. പക്ഷെ എനിക്കിപ്പോൾ ഭയങ്കര വീടൊക്കെ ഭയങ്കര നീറ്റായിട്ടിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തീരെ റസ്റ്റൊക്കെ കുറവായിരിക്കണം. ഫർണിച്ചർ അത്യാവശ്യം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ വളരെയധികം നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ടൈം എടുക്കേണ്ട ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് അതിന് പിന്നാലെയാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമുക്ക് ഈ മാസം അടുത്ത മാസമായിട്ട് മാറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഐ തിങ്ക് ചെക്കിങ് ഇവിടെ ചിമ്മിനിയൊക്കെ കംപ്ലൈൻറ്റ് ഇട്ടിരിക്കും. അപ്പോൾ നമ്മൾ ചിമ്മിനി നല്ലോണം നോക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ലേറ്റസ്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താകുമ്പോൾ അതിൻ്റെയൊക്കെ കുരുമ്പും കാര്യങ്ങളും പ്രശ്നമുണ്ട്. ഞങ്ങൾ ഒരു വട്ടം കുക്ക് ചെയ്യുമ്പോഴാണ് ചിമ്മിനിയുടെ മേലെ ഇരിക്കുന്ന സാധനം കറിക്ക് വീണു. എൻ്റെ കറി കൊള്ളു പോയി. അപ്പോൾ നമ്മൾ മാറണ സമയത്ത് എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്യേണ്ടി വരും. ഇനി ഇത് പെട്ടെന്ന് ഞങ്ങൾ മാറിയ ഫ്ലാറ്റായിരുന്നു. ഞാൻ ആദ്യം വന്നിട്ട് ഇവിടെ
ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങൾ പതുക്കെ റൂമൊക്കെ നോക്കി അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് കുറേ അധികം ടൈം കൺസ്യൂമായിട്ടും ടൈം എടുത്ത് നമ്മൾ നോക്കിയതല്ല അത്. ഒരു 3 ഫ്ലാറ്റ് കണ്ട് 4ാമത്തേൽ ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വെളിച്ചുള്ള പോലെ ഫീൽ ചെയ്തിട്ട് അങ്ങനെ ഓക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഹസ്ബൻഡ് ഇത് അവളോട് ഓക്കെ പറഞ്ഞാണ്. അപ്പോൾ പുള്ളി നമ്മളധികം ഇത് വിസ്താരമായിട്ട് നോക്കാനും ചാൻസ് കിട്ടിയില്ലായിരുന്നു, പെട്ടെന്നൊരു ഷിഫ്റ്റിങ്. അപ്പോൾ അതിൻ്റേതായ കുറേ അധികം പോരായ്മകളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പാരൻസൊക്കെ വന്നിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരെണ്ണം ഇന്ത്യൻ ക്ലോസറ്റ്, ഒരെണ്ണം യൂറോപ്യനാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റൊക്കെ യൂസ് ചെയ്യണം നമ്മൾ നല്ലതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അവർക്ക് നമ്മളൊരു നെക്സ്റ്റ് റൂം 2 BHK ഇപ്പോൾ അവർക്കത് യൂസ് ചെയ്യുമ്പോൾ ഏജ് ആയി വരില്ല, അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളെല്ലാം നോക്കുമ്പോൾ എല്ലാതും കൂടെ ഇപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റ് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മളത് യൂസ് ചെയ്യണില്ല. അപ്പോൾ അത് നെക്സ്റ്റ് ടൈം നോക്കുമ്പോൾ 2 യൂറോപ്യൻ ക്ലോസറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യും. ലൈറ്റ് ഹോൾഡർ ഉണ്ട് എല്ലാത്തിനും, പവർ എങ്ങനെയാണ്, ഇലക്ട്രിസിറ്റി എങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഫ്ലാറ്റ് മാറാൻ. അപ്പോൾ അത് നല്ലൊരു പണിയുള്ള പണിയാണ്. നമ്മൾ അത്യാവശ്യം നോക്കി, ലൊക്കേഷൻ നോക്കി, ആക്സസ് എല്ലാത്തേക്കും ആക്സസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത്. അപ്പോൾ ഇറ്റ്സ് ടൈം കൺസ്യൂമിങ്. അതുപോലെ തന്നെ അതിൻ്റെ പിന്നാലെയാണ് ഹസ്ബൻഡ് വരും, ഞങ്ങൾ ഫ്ലാറ്റ് നോക്കാൻ പോകും, ഹസ്ബൻഡ് വരും, ഫ്ലാറ്റ് നോക്കാൻ പോകും. ഇതിനെയാണ് ഇപ്പോൾ ദിവസം പരിപാടി. അപ്പോൾ ഇന്ന് ഞാൻ ഇത്തിരി ഫ്രീ ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ കുക്കിംഗ് അഗെയിൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസൊക്കെ അതിന് മുന്നിൽ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റി. ക്യാരറ്റ് നമ്മളൊരു സാധനം നശിപ്പിച്ച് എനിക്ക് ഭയങ്കര വിഷമമാണ് സാധനമൊക്കെ കേടാവാണ്. അപ്പം ഞങ്ങൾ അത്രീശ കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ 1 വീക്കിലേക്കൊക്കെ പർച്ചേസ് നടത്തുമ്പോൾ ഞങ്ങൾ അധികം വാങ്ങില്ല. ഞങ്ങളിപ്പോൾ 2 ആൾക്കുള്ള ഐറ്റംസ് അല്ലേ വാങ്ങുന്നുള്ളൂ. അപ്പോൾ ക്യാരറ്റ് 2 ഞങ്ങൾ കറിയും ഗസ് ചെയ്തിട്ട് എന്തുണ്ടാക്കാൻ പ്ലാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഗസ് ചെയ്തിട്ടാണ് ഇതാക്കുള്ളത്. നമ്മളധികം നാശാക്കി കളയണപ്പോൾ കുറവാണ് ഫുഡൊക്കെ. അതുകൊണ്ട് പച്ചക്കറിയൊക്കെ കേടായി പോലും കുറവാണ്. ആകെ കൂടെ ഇപ്പോൾ കേടാവുന്ന സാധനം വേപ്പിലയാണ്. വേപ്പില നമ്മൾ വാങ്ങുമ്പോൾ കൂടുതൽ വാങ്ങും, പിന്നെ അത് വാടിപ്പോവും. അപ്പം വേപ്പില മാത്രം ഈ പറഞ്ഞ പോലെ ഇത് ഓൾറെഡി 12 മിനിറ്റ് ആയിരുന്നു. ഞാനിത് തീർത്തിട്ട് വേഗം അടുത്ത സ്റ്റെപ്സ് കാണിച്ചു തരാം. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട ഒരു 2 മിനിറ്റും കൂടെ സംസാരിക്കും. ഇപ്പം എന്താ വിറ്റതെന്ന് വെച്ചാൽ ക്യാരറ്റ് ഞാൻ ആദ്യം വെച്ചത് ഇപ്പം എല്ലാവരും സ്വീറ്റ് അല്ലേ നോക്കി വെച്ചാൽ ക്യാരറ്റ് ഞങ്ങൾ ഉണ്ടാക്കി മടുത്തു. എത്ര ഇപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കും ഇതൊക്കെ എത്ര വലിയ കാര്യമാണ് നോക്കും, പക്ഷെ നമ്മൾ 365 ദിവസം കുക്ക് ചെയ്യേണ്ട സാധനമല്ല. അപ്പം നമ്മൾ ആഴ്ചയിൽ ക്യാരറ്റ് ചീകവും കറി ഉണ്ടാക്കും, പിറ്റേ ആഴ്ചയും ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ സാമ്പാർ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കി ഓക്കെ 1 മാസം 2 മാസമൊക്കെ ഓക്കെ. എല്ലാ മാസവും ഇത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബോറടിക്കാൻ തുടങ്ങും. ഓക്കെ, അവിടെയാണ് നമ്മുടെ അമ്മമാരെ സ്കില്ലിൽ നിന്നിരിക്കുന്നത്. അവരെങ്ങനെയാണ് ബോറടിപ്പിക്കേണ്ടത്, ഇത്രയെങ്കിലും ഫുഡ് തരണ്ടല്ലോ. അവർക്ക് മൊത്തം വന്നൊരു കഴിവാണ്. ഞാനിപ്പോൾ ഏറ്റവും വലിയ തോട്ട് ഇപ്പോൾ എന്തുണ്ടാക്കും എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കണമല്ല, ചെറിയൊരു സിമ്പിൾ ക്വസ്റ്റ്യനല്ല എന്തുണ്ടാക്കും എന്നുള്ളത് ഒരു വലിയൊരു ക്വസ്റ്റ്യനായിട്ട് മാറിയിരിക്കണം. വാഷിംഗ് മെഷീൻ നല്ല സൗണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ചില ചെറിയ കാര്യങ്ങളും അത്ര ചെറിയ കാര്യങ്ങളല്ല. വീട്ടിലത്തെ ഓരോ ബേസിക് സാധനങ്ങളും നടന്നു പോകണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്. അത്യാവശ്യം കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളില്ലാണ്ട് ഒരു കാര്യങ്ങളും എല്ലാവരും നടന്നു പോകില്ല. നെക്സ്റ്റ് വീക്കിലേക്ക് എന്താണ് ഏകദേശം വയ്ക്കാന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയ. ഇപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ കുറേ ഡ്രൈ ആയിട്ടുള്ള ഉപ്പേരികളൊക്കെ കൂടുതൽ വെക്കണമെങ്കിൽ ഞങ്ങൾ വിചാരിക്കും മടുത്തു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത വീക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ചാറ് കറികൾ കൂടുതൽ വെക്കാമെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ വിചാരിക്കും, ഞങ്ങൾ അങ്ങനെ പ്ലാനിടാണ്. പിന്നെ ഞങ്ങൾ പച്ചക്കറികളിലാണ് കൂടുതൽ പരീക്ഷണം എന്ന് പറഞ്ഞില്ല. പിന്നെ ഞാനൊരു കുമ്പളങ്ങ കറി ഉണ്ടാക്കി, അതിൻ്റെ റെസിപ്പി ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇടയ്ക്ക് റെസിപ്പിയെല്ലാം ഇടാൻ ടൈം കിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികളായാണ് റെസിപ്പി ഇടാൻ ടൈം കിട്ടാത്തത്. അപ്പോൾ കുമ്പളങ്ങ കറി ഉണ്ടാക്കി. അപ്പം ഞാനിങ്ങനെ ചാറ് കറികൾ ഇപ്പോൾ കൂടുതലുണ്ടാക്കണം. അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് നമ്മൾ കുറച്ച് ഉപ്പേരികളുണ്ടാക്കും. ബീട്രൂട്ട് ഇതുപോലെ ചീക്കിയിട്ടും അല്ലാണ്ടും അങ്ങനെയുള്ള കുറേ ഉപ്പേരികൾ. പിന്നെ ഞാൻ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഞാൻ സോയാ ചങ്ക്സ് ഫ്രൈ ആക്കി വെച്ച്
എനിക്കതിനെ കറി ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ കറി ആക്കണം. രാത്രിക്ക് ഞങ്ങളപ്പോൾ കറി ഉണ്ടാക്കും സോയയുടെ. പിന്നെ ചപ്പാത്തി ഉണ്ടായി കഴിഞ്ഞാൽ രാത്രിത്തെ കറി സെറ്റ്. അപ്പം ഇങ്ങനെയാണ് കുക്കിംഗ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. മിനിറ്റായി. ഓക്കെ, ഞാനത് 20 മിനിറ്റ്സിൻ്റെയാണ് ഞാൻ വിചാരിക്കുന്ന വീഡിയോ. ഇനി ബാക്കിയുള്ള മിനിറ്റ്സൊക്കെ ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സുകൾ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ അല്ലെങ്കിൽ കുക്കിംഗ് മാത്രം ശ്രദ്ധിച്ചു ഞാൻ എൻ്റെ മുഖം ഇങ്ങനെയൊക്കെ ഇരിക്കും. മറ്റേ കറിയും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എക്സ്പ്രഷൻ വരും. ഞാനത് ശ്രദ്ധിക്കില്ല. ഇതാകുമ്പോൾ മാത്രം സംസാരിക്കാൻ ടൈം കിട്ടുള്ളൂ എനിക്ക്. ഞാൻ എന്താ സംസാരിക്കണം അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ടൈം കിട്ടില്ല. കുക്കിങ്ങിൻ്റെ ഉള്ളിൽ ഞാൻ പെട്ടുപോകും. സോ ചില ആൾക്കാരുണ്ട് സംസാരമൊന്നും വേണ്ട, സ്കിപ്പ് ചെയ്ത് ഞങ്ങൾക്ക് കുക്ക് ചെയ്യണം അങ്ങനെയുള്ളവരെച്ചാൽ നല്ല കുക്കിംഗ് വീഡിയോസ് വേറെ കിട്ടും, അത് നോക്കിക്കോ. അതുകൊണ്ട് ഞാൻ എന്തായാലും സംസാരിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ചുമ്മാ വീഡിയോ എടുക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ അറിയുന്ന കാര്യം കാണിക്കുന്നു. ഇതിലിപ്പോൾ പകുതിയിൽ എൻ്റെ വീഡിയോസിലും കുക്കിങ്ങിൻ്റെ വീഡിയോ ക്യാമറ പൊസിഷൻ എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ താഴെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊരു രൂപത്തിലാണ് ഇതൊക്കെ ഉണ്ട് താഴെ, പക്ഷെ ആരും ക്യാമറയിൽ കാണില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഞാനിനി കുക്കിങ് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ എന്തൊക്കെയാണ് കച്ചറകളാണ് എനിക്കിരിക്കുന്നത്. ദൈവം വെച്ച് ചീർക്കും. എൻ്റെ അമ്മ പണ്ട് എനിക്കിത് കാണുമ്പോൾ അമ്മ പണ്ട് പറയണ ഓർമ്മ, ദൈവമേ ഈ ചീർപ്പൊക്കെ അടുക്കളയിലാണ് കൊണ്ടുവച്ചിട്ടുള്ളത് എന്നെ നാട്ടു. ഇതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ തന്നെ അവിടെ നിൽക്കുമ്പോട്ടോ. എന്താ ചെയ്യുക, നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെറുപ്പത്തിലെ കാര്യങ്ങളാണ് ചെറുപ്പം. I know that's a sad truth. So എനിക്കിവിടെ ഒരു തുണി വേണം പറഞ്ഞിട്ട് എനിക്ക് വേറെ തുണികളൊന്നും കിട്ടില്ല. അപ്പോൾ പണ്ടത്തെ ഒരു ടീഷർട്ട് പ്രവീട നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫസ്റ്റ് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന ടീഷർട്ടാണ്. ഇനി മുതൽ ഇത് ഓർമ്മയാണ്, കാരണം ഇനി ഈ ടീഷർട്ട് ഇനി ഇല്ല. അപ്പോൾ ഓർമ്മയായ ടീഷർട്ട് എടുത്ത് ഞാൻ തുടച്ച് മേ ബി ഞാൻ അടിയിൽ തുടക്കുകയാണ്. കാരണം തുടക്കൽ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ഞാനിത് ചൂടാക്കാൻ വെച്ചു. ആവശ്യമുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗീ വേണം, നെയ്യ്. സോ ഞാൻ കഴുകി ഉണക്കി വെച്ച സ്പൂൺ എടുക്കുന്നു. ഇത്രയും ഡീറ്റെയിലായി പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ കുഞ്ഞ് സ്പൂൺ എടുത്തു. നെയ്യ് നമുക്ക് കോരിയിടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നു. നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഐറ്റംസ് ഇടും. അതിന് ശേഷം ആവശ്യമുള്ള പഞ്ചസാര ഇവിടെയുണ്ട്, എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. പഞ്ചസാര ഇടണമെങ്കിൽ ഞാൻ കുറച്ച് ഉപ്പിടും. എന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഉപ്പിടും. അതിന് ശേഷം നമ്മൾ മുന്തിരി നെയ്യിൽ ചൂടാക്കും. എന്നിട്ട് നമ്മൾ ഇതിലിടും. അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്സ്. സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നെയ്യ് ഒരു ടേബിൾ സ്പൂണായി, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണ്, അതിലും കൂടുതൽ വരും തോന്നുന്നു. ഇത്ര ഉണ്ടല്ലോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം പക്ഷേ ചെറുതായി വരികയാണെങ്കിലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം ഞാനിത് എൻ്റെ പാത്രത്തിൽ കാണാലോ. ഓക്കെ, ഞാനൊരു 2 ടേബിൾ സ്പൂൺ ശരിയായിട്ടും നെയ്യ് ഞാൻ വെച്ചു. ഇത് മറ്റേ ടി വിയിലെ അവതാരകൾ വന്ന പോലെ മേക്കപ്പ് കൊള്ളാവുന്നുണ്ട്. ഇത് ക്യാമറ ട്രിക്കാണ്. എല്ലാവരും സത്യം പറഞ്ഞാൽ ലോകത്ത് ഭംഗിയുണ്ട്. ക്യാമറ ഏതെങ്കിലും ഒരു ആംഗിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗിയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ഞാൻ ഇനി ചെയ്യാൻ പോണത് എൻ്റെ ക്യാരറ്റ് ഫുള്ള് ഞാൻ ഇതിലേക്ക് ഇടും. ഫുള്ളിടേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഭയങ്കര സ്വീറ്റാണ്, അതുകൊണ്ട് ഞാനൊരു 2 ആറിലെടുത്തിട്ടുള്ളൂ.
ഐ തിങ്ക് ഇത്രയൊക്കെ മതി. അപ്പോൾ നാളെ കറിക്കെടുക്കാം. അല്ലെങ്കിൽ വേണ്ട, ആരെങ്കിലും വരുമ്പോൾ നമുക്ക് കൊടുക്കാം. ക്യാരറ്റ് ഞാൻ ഇടുകയാണ്. ഫ്രണ്ട്സിന് ഞാൻ കൊടുത്തേക്കും. ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസിൽ ഇടുന്ന മറന്നു പോവാണ്. പിന്നെ എനിക്ക് ഓർമ്മയാണ്, ഓക്കെ ഇതിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മളിപ്പോൾ നെയ്യിൽ ഇതിട്ടിട്ട് നല്ലോണം ഇതെല്ലാം അതിൻ്റെ കരണ്ട്. അപ്പം ഞാൻ നല്ലൊരു കയ്യിലെടുത്തു. മീൻസ് എനിക്ക് ഇത് അളക്കാൻ എളുപ്പത്തിനുള്ളൊരു കയ്യിലെടുത്ത് ഞാൻ അപ്പത്തിന് 20 മിനിറ്റ് പോകുന്നത്. നമ്മൾ 30 മിനിറ്റിൻ്റെ വീഡിയോ പ്ലാൻ ചെയ്യുന്നു. അപ്പം ഞാനിത് ഒഴിച്ചു, നെയ്യിട്ടു, ഇതിലേക്ക് പാൽ ഒഴിക്കണം കേട്ടോ. സീരിയസ്ലി ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഒരു സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എപ്പോഴും കാണുമ്പോൾ. ഗൈസ് വെരി കൂൾ. അയ്യോ നന്നായി കുറുകിയെടുക്കണ്ടേന്ന് ഇങ്ങനെ ആലോചിക്കണം. അപ്പം ഞാനിത് ചെറിയൊരു ചൂടിൽ ഞാനിതെടുത്തിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് മൂടി വയ്ക്കാൻ പോകുന്നു. നോക്കാം, ഇത് നന്നായി കുറുകണം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് തരി ഉപ്പെടുത്തിട്ട് ഇതൊന്ന് വെതറാണ്. ഫുഡ് ഉണ്ടാക്കുമ്പോഴും കുറച്ച് ഉപ്പ് ഇടുന്നത് നല്ലതാണ്. ഈവൻ സ്വീറ്റ് ആണെങ്കിലും കൂടെ ഒരു തരി ഞാൻ ഉപ്പപ്പോഴും ഒരു ടേസ്റ്റ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് തരി ഉപ്പിടുന്നത്. ചെറിയൊരു ചൂടിൽ വെച്ചിട്ട് നമ്മളെ ലക്ഷ്യം എന്താണ്, ഇതൊന്ന് കുറുകി വരണം ലക്ഷ്യം. എന്നിട്ട് അതിന് ശേഷം പാല് ചേർക്കുക. പാല് തരിയാണ്, ലൈഫിൻ്റെ പാലാണ്. പാല് തരിയോ പഞ്ചസാര എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ ഇതാണ് എൻ്റെ ലക്ഷ്യം. ക്യാരറ്റ് എനിക്കറിയില്ല, ഇത് ചെറിയ ഇതായിട്ട് അരിയും. എന്നാലും ഇത് കുറുകി വരേണ്ടതാണല്ലേ, നല്ലോണം കുക്ക് ചെയ്തെടുക്കണം നമ്മൾ കണ്ടുപിടിക്കും. ശരിക്കും ഒരു ഹൽവ, ക്യാരറ്റ് ഹൽവ ഒരു ടേസ്റ്റിൽ വേണം. ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ എന്താ പറയുക, ഇത് അണ്ടിപ്പരിപ്പില്ല നമ്മളിവിടെ ഇതുണ്ട്, മറ്റേ മുന്തിരി നമുക്ക് ചൂടാക്കിയിട്ടിടാം. ഇനി ഞാൻ പറഞ്ഞില്ല, ഇതിന് വേണ്ടി ഞാൻ വേറെ ഒന്നും വാങ്ങാറില്ല. ഇതൊക്കെ ഒരു സഡൻ പ്ലാനാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഉള്ളത് വെച്ച് നമ്മളുണ്ട്. ഇതെങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് ഉണ്ടാവുന്നത്. 500 കയ്യാപ്പെട്ടെ. ഞാൻ ഇതിലാട്ടെ ഇൻഡക്ഷനിലാണ് വയ്ക്കണേ. വെരി എക്സൈറ്റഡ്. ഇൻഡക്ഷൻ മാറ്റിയിട്ട് ഞാൻ മറ്റേ വെച്ചാലൊന്നും നടക്കണം. വെയിറ്റ്, ഒരു ഹാഫ് കുക്ക് പോലെ ആകുമ്പോൾ നമുക്കൊരു സ്വീറ്റ് ചേർക്കാം. എന്തായാലും
ഇപ്പോൾ ചേർത്ത് ഉദ്ദേശിക്കണം. ഇപ്പം എനിക്ക് കണ്ടിട്ട് ഒരു 4 ആൾക്കുള്ള പോലെ, അപ്പം ഞാൻ അതുപോലെ ഒരു ക്വാണ്ടിറ്റിയിൽ 4 സ്പൂണാണ് ഇടുന്നത്. ഓക്കെ, എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക ഗൈസ്. ചില ക്യാരറ്റിൻ്റെ കഷ്ണം ഉണ്ടല്ലോ നല്ലോണം നല്ലോണം ഇങ്ങനെ അരി മറ്റേ ചീകാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ 2 കഷ്ണം എടുത്ത് മാറ്റി പുറത്തേക്ക് ഇട്ടു. ബാക്കിയുള്ളത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. കാണിച്ചതാ കുക്കാവുന്നു കഴിക്കണു അല്ലേ? കുഴപ്പമില്ല. ഇതിന് നോക്കിയെന്ന് എനിക്ക് ബോറെടുത്തു. ചായ ഇപ്പം അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ടായിരുന്നു. അതായത് നന്നായി വെവട്ടെ. നമ്മളിങ്ങനെ പെട്ടെന്ന് എടുത്ത് വരുന്നില്ല. അപ്പം ഞാൻ എന്തായാലും ചായ ഇട്ടു. എൻ്റെ ചായ തിളച്ചിട്ട് എനിക്ക് വരുന്നില്ല. തൽക്കാലം പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ളൊരാദ്യം ക്യാരറ്റൊന്ന് കുക്കറിലിടുക, അല്ലെങ്കിൽ ഈ ഡിഷ് തന്നെ നിങ്ങൾ കുക്കറിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക ഈ ടൈമാകുമ്പോൾ. എന്നിട്ട് ഒരു 2 ദിവസം കഴിയുമ്പോൾ അത് ഓഫാക്കിയിട്ട് നോക്കി വയ്ക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വെന്തുണ്ടാവും ക്യാരറ്റ്. ഞാൻ കുക്കറിൽ ഇടുന്നില്ലേ, ഈ പാത്രം മാറ്റി കഴിയുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ക്യാരറ്റൊന്നും ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ചെയ്യണം. ഓക്കെ, ഇത് 30 മിനിറ്റ് ആവും തോന്നുന്നുണ്ട് ഈ വീഡിയോ. ഓക്കെ, നമ്മുടെ മുന്തിരി ഇതാക്കിയിട്ടുണ്ട്. നേരത്തെ ഞാൻ ചെയ്യുന്നത് ഇതിലേക്ക് ഇടണം മുന്തിരി. നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ വെള്ളമൊക്കെ ചട്ടിയിലാട്ടോ അങ്ങനത്തെ വറക്കണ സാധനങ്ങളൊക്കെ എളുപ്പമാണെന്ന് എനിക്കും തോന്നി. അപ്പം ഞാനത് എനിക്ക് കാണുന്ന പോലെ ഇട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇട്ട് കഴിഞ്ഞ് തീരെ കാണില്ല. ഞാൻ പറയുന്നത് ഞാനിത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കാഷ്യൂനട്ട് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ട് കാണില്ല. അപ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ ഉദ്ദേശിക്കുന്ന സാധനം. ഇനി ഞാനിപ്പോൾ ഇത് കുറച്ച് ടെമ്പറേച്ചർ കൂട്ടി വെച്ചിട്ട് വറ്റിക്കാൻ പോവാണ്. പാത്രത്തിലേക്ക് പാത്രം റെഡി ആയിട്ടുണ്ട്.
നന്നായി വറ്റിച്ചെടുക്കാം. ഹായ് ക്യാരറ്റ് ഹൽവ എന്തോ കഴിഞ്ഞില്ലേ? കേട്ടോ നമ്മുടെ ടെസ്റ്റർ എത്തിയിട്ടുണ്ട്. എനിക്കറിയാം ടേസ്റ്റ് ഉണ്ട്, കാരണം നെയ്യുണ്ട് സാധനങ്ങളുണ്ട്. നെയ്യുണ്ട്, ഷുഗർ ഫേറ്റ് ഉണ്ട്. സോ ഇറ്റ്സ് എ സ്വീറ്റ് ഡിഷ്. ഇനി അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സും കൂടെ വരണല്ലോ ഈശ്വര. അതാണല്ലോ ഒരു ചടങ്ങ്. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുമ്പോഴേ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ഇത്ര